വർഷത്തിന്റെ 12 ദിവസങ്ങൾക്ക് ശേഷം പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. വെടിനിർത്തൽ ഇസ്രയേലും ഇറാനും അംഗീകരിച്ചു. ഓപ്പറേഷൻ റൈസിംഗ് ലൈനിന്റെ എല്ലാ ലക്ഷ്യങ്ങളും കൈവരിച്ചെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നെന്ന് ഡൊണാൾഡ് ട്രംപും അറിയിച്ചു. അതേസമയം ഇറാൻ വെടിനിർത്തൽ ലംഘിച്ചതായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ആരോപിച്ചിരിക്കുകയാണ്. ശക്തമായി തിരിച്ചടിക്കാൻ സേനയ്ക്ക് നിർദ്ദേശം നൽകിയെന്നും മന്ത്രി ഒടുവിലായി പറഞ്ഞു വെക്കുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അഗസ്റ്റ് സെബാസ്റ്റ്യനാണ് ചേരുന്നത്. അഗസ്റ്റ്, ഈ ഒടുവിലായി പറഞ്ഞതുപോലെ സമാധാനം പുലരാൻ സാധ്യതയില്ല എന്നുള്ള സന്ദേശമാണോ ഏറ്റവും ഒടുവിലായി പുറത്തേക്കെത്തുന്നത്? ഇറാൻ വെടിനിർത്തൽ ലംഘിച്ചതായി ഇസ്രയേൽ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? സംഗീത, വെടിനിർത്തൽ ഇരു രാജ്യങ്ങളും അംഗീകരിച്ച് 1 മണിക്കൂർ പിന്നിടുന്നതിന് മുമ്പ് തന്നെ ഇറാനിൽ നിന്ന് ഇസ്രയേലിലേക്ക് ബലിസ്റ്റിക് മിസൈലുകൾ അയക്കപ്പെട്ടതായാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത്. ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ ക്യാറ്റ്സും ഒപ്പം തന്നെ സൈനിക മേധാവി ഇയാൽ സമീറും ഇത് സംബന്ധിച്ച് ശക്തമായ പ്രസ്താവനകളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിശക്തമായ തിരിച്ചടിയാണ് ഇറാൻ നൽകാൻ പോകുന്നതെന്നാണ് ഇയാൽ സമീർ പറയുന്നത്. ഒപ്പം തന്നെ ഇസ്രയേലിലെ ജനപ്രതിനിധികളൊക്കെ തന്നെയും ഇറാന് ശക്തമായ തിരിച്ചടി നൽകണമെന്നുള്ള പ്രസ്താവനകളുമായി എക്സ് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ രംഗത്തെത്തിയിട്ടുണ്ട്. സമാധാനത്തിന് മറുപടി സമാധാനം, മിസൈലിന് മറുപടി എന്ന നിലക്കുള്ള പ്രസ്താവനകളൊക്കെ തന്നെയാണ് അവിടുത്തെ സുരക്ഷാ ക്യാബിനറ്റ് അംഗങ്ങളൊക്കെ നടത്തുന്നത്. നമുക്കറിയാം, അല്പം മുമ്പാണ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച വെടിനിർത്തൽ പ്രാബല്യത്തിലായതായി ഇസ്രയേൽ ഔദ്യോഗികമായി പ്രസ്താവിക്കുന്നതും ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസിൽ നിന്ന് അത് സംബന്ധിച്ചൊരു പ്രസ്താവന വരികയും ചെയ്തത്. അതിനു മുമ്പ് ഇറാൻ്റെ ഔദ്യോഗിക മാധ്യമം ഇത് സംബന്ധിച്ചൊരു വെടിനിർത്തൽ നിലവിൽ വന്നതായി പ്രഖ്യാപിച്ചിരുന്നു. അതിനു മുമ്പ് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് ഇട്ട പോസ്റ്റിലാണ് ഒടുവിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നു, ആരും ഇത് ലംഘിക്കരുത് എന്ന പോസ്റ്റ് വരുന്നത്. അതിനും മണിക്കൂറുകൾക്ക് മുമ്പ് ട്രംപ് ഇങ്ങനൊരു വെടിനിർത്തൽ പ്രപ്പോസ് ചെയ്യുന്നു. അത് 6 മണിക്കൂറുകൾക്കകം നിലവിൽ വരുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിലാണ്, ഇത്രയും സംഭവവികാസങ്ങളുടെ സാഹചര്യത്തിലാണ് ഈ 12 ദിന യുദ്ധം അവസാനിച്ചു എന്ന് ഏതാണ്ടൊക്കെ തന്നെ ലോകം കരുതുന്ന സമയത്താണ് വീണ്ടും മിസൈൽ ആക്രമണത്തിൻ്റെയും അതിൽ തിരിച്ചടി നൽകുമെന്നുള്ള പ്രസ്താവനയുടെയൊക്കെ വാർത്തകൾ പുറത്തു വരുന്നത്. സംഗീത, തീർച്ചയായും അഗസ്റ്റ്, എന്താണെങ്കിലും പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുമെന്നുള്ള വാർത്തകൾ, സമാധാനത്തിന്റെ വാർത്തകൾ വരുന്നതിനിടെയാണ് ഇപ്പോൾ ഇറാൻ വെടിനിർത്തൽ ലംഘിച്ചതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ആരോപിച്ചിരിക്കുന്നത്. ശക്തമായി തിരിച്ചടിക്കാൻ സേനയ്ക്ക് നിർദ്ദേശം നൽകിയതായും ഇസ്രായേൽ പറയുന്നുണ്ട്. എന്താണെങ്കിലും വിവരങ്ങൾ നൽകുകയായിരുന്നു അഗസ്റ്റ് സെബാസ്റ്റ്യൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും.